മനസ്സിന് കുളിർമയേകുന്ന, ആത്മാവിന് ശാന്തി പകരുന്ന, ജീവിത സമരത്തിൽ ധൈര്യത്തോടെ കാൽച്ചൂടുകളെ മുന്നോട്ട് വയ്ക്കുവാൻ പറ്റുന്ന ജീവമൊഴി എന്ന ഈ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് വായ്പ കൊടുക്കുവാൻ കഴിയുമോ? സർവശക്തനായവന്, യഹോവയായ ദൈവത്തിന് ഒരു മനുഷ്യന് വായ്പ കൊടുക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 17-ാമത്തെ വാക്യം, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് പകരം കൊടുക്കുന്നു. എളിയവനോട് അവൻ കരുണ കാണിക്കുന്നവൻ, കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. പ്രിയരെ, മനുഷ്യത്വം അന്യം തിന്നുപോകുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ, ദയയും കരുണയും അസ്തമിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം തൻ്റെ ശുശ്രൂഷയിൽ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളെയും കാണുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, കരുണ കാണിക്കുവാൻ, കൃപ കാട്ടുവാൻ, അതിലൂടെ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കഠിനപ്പെടുന്നവർ, ഹൃദയം ഹല്ലേലൂയ കടുപ്പിക്കുന്നവർ അനേകരുണ്ടാകാം. എന്നാൽ ദൈവത്തിനു വേണ്ടി ക്ഷമയോടെ, ശാന്തതയോടെ, മനസ്സലിവോടെ മറ്റുള്ളവരെ സഹായിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഒന്ന് സ്പർശിക്കുവാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദിവ്യ സമാധാനം നിങ്ങളുടെ മേൽ വരട്ടെ.